നമ്മൾ പറമ്പിൽ കളക്കിനോടത്തുനിന്നാണ് വന്ന് നോക്കുന്നത്. മേശ എടുക്കാൻ വന്ന് നോക്കുന്നത് 50 കിലോ മഴ ഉണ്ട് ദൈവമേ. ഇന്നലെ നമ്മൾ മേശയിലാണ്ട് അവിടെ അടിയിലാണ് നമ്മൾ പുല്ലായിട്ടിട്ടാണ് നമ്മൾ പാചകം ചെയ്തത്. ഇന്നും ഉച്ചരിഞ്ഞാൽ ഇപ്പോൾ സമയം 4:20. അപ്പോൾ നമ്മൾ ഈ മേശ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ സരിത പറഞ്ഞു ഒരു അടിപൊളി. ഇത് സരിത അവിടെ നിൽക്കണ്ട അടിപൊളി 4 മണി പലഹാരം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഈ തേങ്ങ നിർത്തണ പോലെ സരിത പറഞ്ഞു എന്ന് പറയണത് നിർത്തണം. ഇനി 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഈ മേശ ഇത് 50 കിലോ തൂക്കളാണ് കേട്ടോ. അത് ഞാൻ സാധാരണ ഞാനും ഇതിനും കൂടിയിട്ടാണ് പിടിച്ചു കൊണ്ടുപോകാറ്. അപ്പം അത് തില്ല. അപ്പോൾ ജഗുണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ ഞാനിതാണ് എടുത്ത് കൊണ്ടുപോകാൻ പോകണം. ഭയങ്കര കനത്. ഇതിൻ്റെ അടിവശം നോക്കണം കേട്ടോ. ഇതിൻ്റെ മോൾ വശമാണ് അടിപൊളി സ്റ്റീലാണ്, കലക്കൻ സ്റ്റീല്. ഇത് അവിടെ എടുത്ത് ഞാനും കൂടി പിടിക്കാന്ന് വെച്ചാ അവിടെ നിന്നിട്ട് പാചകം ചെയ്യാന്ന് പറഞ്ഞോളതേ. ചേട്ടൻ വർത്താനം പറയാണ്ട് നടന്നത് അവിടെ കൊണ്ടയ്ക്കോ. അങ്ങനെ ഇവിടേക്ക് എത്താറായി. വയ്യാണ്ടായി. കായ്ക്കോട്ടുകളൊക്കെ ഇത്രയ്ക്ക് പാടില്ലേ. പണിക്കുറ്റം കഴിയുന്നതാ. ഇനിയിപ്പോ അവിടെ വലുതും ചെയ്യാണെങ്കിൽ പിന്നെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകും. അത് അങ്ങോട്ട് പോകുമ്പോ അവനെ കൂടി പിടിക്കാം. അല്ലാതെ എനിക്ക് വലിയ ഇത് ഇവിടെ നിൽക്കാൻ പോണേ. ഇവിടെ നിന്നിട്ട് നീ അങ്ങോട്ട് നോക്കിട്ട് പാചകം. ഞാൻ അവിടെയാണ് ഫുള്ള് കളിക്കാൻ പോണത്. ഇപ്പൊ നമ്മള് 2-ാം ദിവസം നമ്മൾ തുടങ്ങണ കേട്ടാ. 2-ാമതല്ല 3-ാമത്തെ ദിവസം. ഇവിടെ കുറേ സാധനം നടാണ്ട് ഞാൻ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചോളുന്നുണ്ട്. കണ്ടാ കണ്ടമാനം വിത്തുകൾ വാങ്ങിച്ചോളന്ന് വെച്ചിട്ടുണ്ട്. നമ്മള് അതിൻ്റെ ഒപ്പം ഉണ്ടാക്കണത് എന്തിനാണെന്നറിയോ? ഒരു ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ളൊരു വടയാണ് കേട്ടാ. അതിന് ഉരുളക്കിഴങ്ങ് ഈ ഗ്രേറ്ററിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യണം. പച്ചയാണ് കേട്ടാ. ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള വട ഭയങ്കര ടേസ്റ്റാണ് പറയണത്. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഞാനാക്കി തരണ സരിത? വേണ്ട. ഞാനിവിടെ ആദ്യം ഇവിടെ കുറച്ച് പുല്ലുണ്ട് ചെത്താണ്ട്. കൃഷിപ്പണിയിലോ ഞാൻ സഹായിക്കാൻ വരുന്നില്ല. ഇനി ചേട്ടാ അത് ഇട്ടിട്ട് ഇത് സഹായിക്കാൻ വരണ്ടെങ്കിൽ. കൃഷിപ്പണിയിൽ സഹായിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ കഠിനമായ പണികൾ എടുക്കാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞ. പുല്ല് വലിക്കാം, സാധനങ്ങൾ പൊട്ടിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ നനയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതൊന്നും ബുദ്ധിമുട്ട് പിടിച്ച പണികളല്ലല്ലോ. ഈ സാധനമല്ലേ സരിത കല്ലുരുക്കിയല്ലേ സരിത? മരമൂത്രത്തില് കല്ലിടാകുമ്പോ ഉപയോഗിക്കുന്നത് ഈ സാധനല്ലേ? പണ്ട് മിറ്റത് കണ്ട വേണ്ടായിരുന്നു. കല്ലുരുക്കി ഇനിയൊന്നും ഉണ്ട്. വെള്ളം ഒഴിക്കാം. 2 ഉരുള നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിന് ചുമന്ന് തുടങ്ങി. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ ശരിയാവില്ല. കൊതുകിൻ്റെ ഞാൻ മേലിക്കൊക്കെ തെറിക്കിണ്ടല്ലേ. ഉരുളക്കിഴങ്ങിന് കറയില്ല അല്ലേ? പിന്നെ ചേട്ടൻ കാലത്ത് നട്ട സാധനങ്ങളൊക്കെ കാണിക്കി. കാലത്ത് നട്ടത് നമ്മൾ ഈ മണിത്തക്കാളി തൈകൾ നമ്മൾ ആ മോളിൽ നിന്ന് കിട്ടിയ തൈകളില്ലേ അത് അവിടെ കൊണ്ടു കുഴിച്ചിട്ടു. എന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തപ്പോൾ അവിടെ നിന്ന് പറിച്ചിട്ട് ഇവിടെ വരിയായിട്ട് കൊണ്ടു കുഴിച്ചിട്ടു. കണ്ട അത് അവരാണിത്. കൈയോടെ വിളവുണ്ട് ഇട്ടതുമേ. കാരണം മണിത്തക്കാളി നമുക്ക് പൊട്ടിച്ച് തിന്നാം. ആദ്യമായി കേട്ടാ മണിത്തക്കാളി പൊട്ടിച്ച് തിന്നാം. ഫസ്റ്റ് വിളവുണ്ട. അയ്യ പച്ചൊരു ടേസ്റ്റ് ഇല്ലേടാ. പഴുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് നട്ടു. പിന്നെ നമ്മുടെ ഇത് നട്ടു, പുതിന ഞാൻ കാലത്ത് നട്ടാണ് കേട്ടോ. അപ്പം വെള്ളം ഒഴിച്ചിട്ട് വെയിൽ കൊണ്ടപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. കുഴപ്പമില്ല. അവർ നാളെ അമ്പളിക്ക് ഉഷാറാവും. നമ്മുടെ വീടിൻ്റെ പുല്ല് നനയ്ക്കാനായിട്ടുള്ള ഇപ്പുറത്തെ ഈ അറ്റത്തുള്ള
പൈപ്പില്ലേ ഓസ് അതുമൊന്ന് കണക്ട് ചെയ്തു, വലിയൊരു ഓസ് കണക്ട് ചെയ്തു ഇങ്ങോട്ട് ഇവിടേക്ക് നനയ്ക്കാനായിട്ട്. കണ്ട അവിടുന്ന് ഇവിടം വരെ. അപ്പോൾ ഈ വാഴകര ഒരു കുഴി കുത്തി അതിൽ നട്ടു. ഇതിലൊക്കെ വെള്ളം അടിച്ച് കണ്ട, ഇതിലൊക്കെ വെള്ളം അടിക്കാനായിട്ട് സുഖമാണ് ഇപ്പോൾ. പിന്നെ ഒരു ഡ്രം ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ വെള്ളം അടിച്ച് നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം അത്യാവശ്യം ഇപ്പോൾ 2 ദിവസമായിരുന്നു, ഇപ്പോൾ 3 ദിവസമായിരുന്നു മഴയില്ലേ. അപ്പോൾ ശരിക്കും വേനൽക്കാലം പോലെ തുടങ്ങി, എന്താ ചൂട്, വെയിലുദിക്കുമ്പോൾ ചൂടായി തുടങ്ങി. അപ്പോൾ പിന്നെ വെള്ളം എപ്പോഴും ആവശ്യം തന്നെയാണ് ഇവിടെ. പിന്നെ അവിടെ ഈ കോവക്കയരെ ഒരു ഇത് നട്ടുണ്ട്. തേങ്ങ വർത്താനം പറയാൻ പറ്റില്ല. ഞാൻ അവിടെ നിന്ന് അരിയണമെന്നുള്ള, അതിപ്പോൾ സബോള അരിയണ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പൊടി പൊടിയായിട്ട് അരിയണു കേട്ടാ സബോള. ശ്രീനിവാസൻ പറഞ്ഞ പോലെ രണ്ടും മാറി മാറി കാണിക്കണം, ആശുപത്രി ഡോക്ടർമാർ. ഏയ് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ഒരു വട. ചെറുതായിട്ടൊന്നും കിട്ടുക ചായലിക്കൊന്നുമില്ലേ? ആ ചായലിക്ക് കശുവണ്ടിയാണോ? സ്കൂള് കഴിഞ്ഞ് പോകുന്നല്ലോ, വിട്ട് വന്നതല്ലേ, 3:30 എത്തിയില്ലേ. ഒരു സബോള കണ്ട പൊടി പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു കേട്ടാ. ഇഞ്ചി ഒരു കഷ്ണം പൊടി പൊടിയായിട്ട് തന്നെ അരിയണം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ട്, അതും അരിയണം. വെണ്ടക്കായ നടാനാണ് ഇപ്പോൾ, അല്ല വെണ്ടക്കായല്ലേ, വെണ്ട വിത്ത് നടാനാണ് ഇപ്പോൾ ഇത് ചെയ്യണത്. ഇവിടെ ഞാനിവരെ വിളിച്ചു കൊണ്ടത് ഇവിടെ ചെയ്യാൻ വിചാരിച്ചല്ലായിരുന്നു, അവിടെ ചെയ്യാമെന്ന് വിചാരിച്ചേ. പിന്നെ എനിക്കത് കളച്ച് കഴിയുമ്പോൾ അപ്പം തന്നെ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ ഇത് ഇവിടെ ഒറ്റയടിക്ക് ഇവിടെ മുഴുവൻ മാറ്റി മറക്കണം എന്നുള്ള ഒരു ഇതിലാണ് ചേട്ടൻ നിൽക്കണത്. കാലത്ത് രാത്രി ഉറക്കം ശരിയാവുണ്ടാകും, കാലത്ത് എണീക്കുമ്പോഴേക്കും ഇങ്ങോട്ട് ഓടിപ്പോരും. പണിയോട് പണീന് ഭയങ്കര ഉന്മേഷം. ശരീരത്തിനൊക്കെ 2 ദിവസമായിട്ട് ഫുൾ ടൈം പണിയെടുക്കാതെ തുടങ്ങിയപ്പോൾ ശരീരത്തിനൊക്കെ ഭയങ്കര സുഖം. കുറേ നാളുകളായിട്ട് നമ്മളുടെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം ഇത്തിരി സ്ഥലത്തല്ല ആകെ ചെയ്യാനുള്ളൂ. അപ്പോൾ ചേട്ടന് വലിയ ഉഷാറില്ലേ അവിടെ ചെയ്യാൻ? അല്ല അവിടെ ഇപ്പം എന്തോരം ചെയ്യാൻ പറ്റും നമുക്ക്, അതുകൊണ്ടാണ് ഇവിടെ ഇത് ചെയ്യാന്നായോടുകൂടി. പിന്നെ ഇവിടെ നല്ല വെയിലും ഉണ്ട്, നല്ല മണ്ണല്ല ഇപ്പം. വേപ്പിൻ്റെ ഇതുപോലെ കുനുകുനാന്ന് അരിയണം കേട്ടാ. ചിലപ്പം ഗ്യാസും കുറ്റിയെടുത്തിട്ട് വരാം. പിന്നെ ഞാൻ കളച്ച് വാമപ്പായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ച കിട്ടില്ലേ, പിന്നെ ഞാൻ വിളിച്ചാൽ വരില്ലേ. എന്താ വെള്ളം കുടിക്കട്ടെ. ചതുരപ്പയറൊക്കെ വാങ്ങിച്ചിട്ടാ, ഒക്കെ അതിന് വിത്ത്. മണ്ണുത്തിരി ഇപ്പം എല്ലാ തരത്തിനും വിത്തുണ്ട്. ചതുരപ്പയർ ചെറുേട്ടൻ്റെ അവിടെ ഇല്ല ഇഷ്ടം പോലെ വിത്തില്ല, നമ്മുടെ അമ്മ ഇപ്പം അത് മീണ്ടായിണ്ട്. മണ്ണുത്തിയിൽ പറഞ്ഞ പോലെ എല്ലാത്തരം വിത്ത് അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ, ഒഴിഞ്ഞെടുക്കാറ പതിവ്. പക്ഷെ ഇപ്രാവശ്യം ചെന്നപ്പോ എല്ലാ വിത്തുണ്ട്. ഈ സമയത്താണ് കൃഷി ചെയ്യുന്ന സമയം, കൂടുതൽ വിത്തുകൾ നടുന്ന ടൈമാണ് കൂടുതൽ ആളുകൾ. ആ ജൂൺ മാസത്തിൽ അധികം പേര് നടണില്ലേ, കാരണം ശരി മഴ പെയ്തിട്ടൊക്കെ പോവില്ലേ. അപ്പം ഈ സമയത്ത് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും കിട്ടും. ഈ സമയത്ത് ഞാൻ അമ്മര വിത്തൊക്കെ നടാം. അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഇങ്ങനെ ഒക്ടോബർ നവംബർ ആ മഞ്ഞുകാലല്ലേ, ആ മഞ്ഞുകാലാകുമ്പോൾ ആ സമയത്ത് കറക്റ്റ് നമുക്ക് കിട്ടും. നമ്മൾ സാധാരണ നടുന്നത് എപ്പോഴാണ്, ആ നവംബർ ഒക്ടോബർ ആകുമ്പോൾ വിത്ത് കിട്ടിയിട്ട് നടും. അപ്പോൾ സമയത്ത് ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ അതിൻ്റെ അമരര അല്ലെങ്കിൽ ഇങ്ങോട്ട് നിറഞ്ഞങ്ങോട്ട് എടുക്കും. ഇതുണ്ടാവില്ല. അപ്പോൾ ഗ്യാസ് ഊറ്റി എടുത്തിട്ട് പിന്നെ ഇനി ഇത് വേണം കേട്ടാ, മല്ലിയില. നമ്മുടെ ആഫ്രിക്കൻ മല്ലിയില്ല കേട്ടാ, പറഞ്ഞോ. ചേട്ടൻ തന്നെ ഞാൻ ഈ മല്ലി ഇല വാങ്ങിച്ചു കൊടുന്നു. ഇതില് മറ്റേ മല്ലി വേണ്ടാച്ചിട്ടുണ്ടാ, ഇതില് ആ മല്ലിയുടെ തൈകൾ അവിടെ ഇവിടെ മുളച്ച് അതും കൊണ്ട് ഇവിടെ കുഴിച്ചിട്ടല്ലേ? അതുണ്ട്, അല്ലാണ്ട് അവിടെ അത് ശരിയാക്കി വെച്ചിട്ടുണ്ട് 5 എണ്ണം. അത് പറിച്ചോണ്ട് കുഴിച്ചിടണം. ഇത് ഫുൾ കുറ്റിയ 30 ചില്ലറ കിലോ തൂക്കണ്ട്. ഇങ്ങനെ കലിക്ക് ക്യാമ്പസ് വരുതേ, ഏകദേശം അവസാനിക്കാവാറാവാ നല്ലത്, കാരിക്കുറ്റിയാവാറാവാ നല്ലത്. അപ്പോൾ വിലക്കം വരാമെന്ന് എൻ്റെ പേടി. വലിയ ഇത് കാണിച്ച് ഇതൊക്കെ എടുത്തിട്ട് വന്നിട്ട് കുഴപ്പമില്ലേ, ചിലരൊക്കെ പണിയെടുക്കണ നമ്മളൊക്കെ അല്ല അങ്ങനെ ചെയ്തോണ്ടിരിക്കണവര് ചെയ്യുമ്പോ പ്രശ്നം ഉണ്ടാവില്ല. നമ്മള് പെട്ടെന്ന് അത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വിലക്കം വരാൻ. വിത്തുകളുണ്ട് കേട്ടോ, കുറെ വിത്തുകളുണ്ട് ഇതിലേ. സരിത കണ്ടമാനം പേരുകളുണ്ട് നമുക്ക്. പെണ്ണുങ്ങളുടെ പേരായിട്ട് അപ്പിട്ടുകൊണ്ട് കേട്ടോ. ചതുരപ്പയറിന്റെ പേര് നിത്യ, അമരയുടെ പേര് ഹിമ, ഈ പേരിന്റെ പേര് അനശ്വര രാജൻ. പിന്നെ വള്ളിപ്പയറിന്റെ പേര് ദീപിക. വള്ളിപ്പയർ വേറെ പറഞ്ഞുണ്ട് ലോല. അവിടെ ഇങ്ങനെ തളർന്ന് എടുക്കും ലോല പയർ. ലോല ഇത്രയും നീളുണ്ടാവും ഇങ്ങനെ ലോല.
പിന്നെ അറിയോ പാവലിൻ്റെ അതിന് പ്രീതി വെണ്ട അരുണിണ്ട് വെണ്ട അരുണാനിയാണ് ഇപ്പം ഞാൻ നടാൻ പോകണട്ടാ. പിന്നെ വെണ്ട വേറെ അഞ്ചിത പച്ചമുളകുണ്ട് ഉജ്ജ്വല ഉജ്ജ്വലുണ്ട് കുറേ ഉണ്ട് ടൈപ്പ്. അപ്പോൾ ഞാൻ അരുണാനെ നടാൻ പോവാട്ടാ. അരുണ എങ്ങനെ ഇരിക്കുന്നു നോക്കട്ടെ നമുക്ക്. അരുണ തൊട്ടായിരുന്നു നമ്മൾ ഈ അരിഞ്ഞ സാധനങ്ങളൊക്കെ ഒരു ബൗളിലേക്ക് ഇടാട്ടാ. സബോള പൊടി പൊടിയായിട്ട് അരിഞ്ഞത്, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ പച്ചമുളക് അരിഞ്ഞതുണ്ട്, അതിടാം. നല്ല എരിവുള്ളതാന്ന് തോന്നുന്നുണ്ട് പച്ചമുളക്. നല്ല എരിവുള്ളതാ? അത് കാരണം കൊണ്ട് ഞാൻ അല്ല എന്തുണ്ടായെന്നറിയോ മോന്തൊക്കെ അരിഞ്ഞിട്ടിരിക്കുന്നത്. എന്തിന്? ഞാൻ പച്ചമുളക് പൊടിച്ചോന്നില്ലേ മോന്ത കുറച്ചു. പിന്നെ അത് മാത്രല്ല നോക്കിയേ ഈ സാധനം വായ കടിച്ചു പൊടിക്കാൻ നോക്കി. അപ്പൊ വായൊക്കെ ആകരിവ. ഞാൻ അത് കാരണം മുഴുവൻ ചേട്ടൻ പൊടിച്ചോണ്ട് മുഴുവൻ എടുത്തില്ല. അല്ല ചേട്ടൻ അവിടെ പൊടിച്ചിട്ട് എന്താ 2, 3 4 കൂടെ എടുത്തിട്ടുള്ളൂ കേട്ടാ. അതും പൊടി പൊടിയായിട്ട് അരിഞ്ഞതിട്ടു. പിന്നെ അരിപ്പൊടി ഒരു 1.5 സ്പൂണുണ്ട്, അതിടാണ് കേട്ടോ. വറുത്ത അരിപ്പൊടി കേട്ടാ. ഇനി കടലമാവ്, പിന്നെ വേണ്ടത് കുറച്ച് പൊടി ഐറ്റംസ് വേണം. മഞ്ഞൾപ്പൊടി 1 ലേശം, കുരുമുളക് പൊടി ഇത്തിരി ഇത്ര ഇടുന്നുണ്ട് കേട്ടോ. കുരുമുളക് പൊടി ഈ കുഞ്ഞു സ്പൂൺ കൊണ്ട് ഒരു 1.25 സ്പൂൺ ഇട്ടു. പിന്നെ ജീരകപ്പൊടി 1 നുള്ള്, ഇത്ര 1 ലേശം. മുളക് പൊടി അതും കുറച്ച്. പിന്നെ പഞ്ചസാര ഒരു 1/4 സ്പൂൺ മതി, കുറച്ച് മതി പഞ്ചസാര. പിന്നെ നമുക്കിതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലേ ചെരുകിയിട്ട്, അത് പിഴിഞ്ഞെടുത്തിട്ട് വെക്കണം കേട്ടോ. പിഴിഞ്ഞെടുക്കണം, ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ കളഞ്ഞിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും, ഇതിലേക്ക് ഇടാം കേട്ടോ. കണ്ടോ ചേട്ടൻ ചോദിച്ചില്ലേ ഉരുളക്കിഴങ്ങിന് കറയുണ്ടോന്ന്? നോക്കിയോട്ടെ. ഈ വെള്ളം കണ്ട വെള്ളത്തിൻ്റെ കളറ് കണ്ടോ, ചുവപ്പ് കളറാണ്. ഇതാട്ടാ നമ്മുടെ അരുണാനെ കാണിച്ചു തരാം ഞാൻ. എനിക്ക് അരുണാനെ എൻ്റെ കയ്യിലേക്ക് എടുക്കാൻ പോകണ്ട. മണ്ണുത്തി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ വിൽപ്പന കേന്ദ്രം ഉണ്ട്, അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ. എല്ലാവർക്കും അവിടെ പോയി കിട്ടും. അടിപ്പാതിൻ്റെ സർവീസ് റോഡ്, അത് മിക്സ് ചെയ്യാം ചേട്ടാ. ഒരു മിനിറ്റ്. സർവീസ് റോഡിൻ്റെ അവിടെ പാലക്കാട് ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ വഴിക്ക് ഇടതുവശത്താണ് ഈ സാധനം കേട്ടോ. ആളുകൾക്ക് വാങ്ങിക്കുന്നവർക്കുള്ള കാര്യം പറഞ്ഞു കൊടുത്താണ് കേട്ടോ. ഈ സാധനം മിക്സ് ചെയ്യുന്നു. ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാണ് നമ്മൾ. ഉപ്പിട്ടിട്ടില്ല ചേട്ടാ. ചേട്ടാ എനിക്ക് ഉപ്പിട്ട് തരും. ഉപ്പിടുന്നു കേട്ടോ. പോരാ, ഇതിൽ ശരിയാവും. ഇനി നീ ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ. അതേ ഇത് ഇരിക്കില്ല. കടലമാവും അരിപ്പൊടിയും കുറച്ചുകൂടി വേണം തോന്നുന്നു. കേട്ടോ. പക്ഷേ കടലമാവ് കൂടി ഇരിക്കുന്നുണ്ട്, അരിപ്പൊടി എടുത്തിട്ട് വരേണ്ടി വരും. പെണ്ണെന്നു വിളിക്കും നിന്നെ ഞാൻ കള്ളി പെണ്ണെന്നു ഞാൻ ആടാനും വരില്ല ഞാൻ പാടാനും വരില്ല പാടത്തിൻ പച്ചക്കിളി മലർവാട. ഇവിടെ പാചകം ചെയ്യുമ്പോൾ എളുപ്പമല്ല. വല്ല സാധനങ്ങൾ എടുക്കണമെങ്കിൽ എവിടെ വരയ്ക്ക് പോകണമെന്നറിയോ? വല്ലതും പോരാൻ തോന്നി അല്ലെങ്കിൽ എടുക്കാൻ മറന്നിട്ടൊക്കെ പോകുമ്പോഴേ അരിപ്പൊടി ഉരുളക്കിഴങ്ങും അല്ല അരിപ്പൊടിയും കടലമാവും പോരായാണ്. ഉരുളക്കിഴങ്ങ് കുറേ ഉണ്ട്. അപ്പത്തിനോടെയും എടുക്കാൻ പോയി സരിത വീട്ടിലേക്ക്. അപ്പം അരിപ്പൊടി കുറച്ചുകൂടി അരിപ്പൊടി ഇട്ടു. തീ കത്തിച്ചു ചേട്ടൻ? ഇല്ല, ഞാൻ നീ വന്നിട്ടായി കാണിച്ചു കതക്കണേ. കളക്കരുന്നത് പിന്നെ മീത മണ്ണിട്ടല്ലേ. പോകയില്ലേ? പിടുത്തം കിട്ടണല്ലോ. തീ കത്തിച്ചോ. ഉപ്പുണ്ടോ നോക്കണം ചേട്ടൻ. നോക്കാം. എൻ്റെ വയറ് വെച്ചാൽ മതി.
ഇതിൽ മണ്ണ ആ അങ്ങനെ പച്ച ഉരുളക്കിഴങ്ങാണ് മതി. ഇനി ഉപ്പുണ്ടാ? ഒക്കെ ഉണ്ട്. ഉരുളക്കിഴങ്ങ് പച്ചക്കല്ലേ ചീവുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി സാധനമായിരിക്കും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. ഇടയ്ക്കേസായിരുന്നു തന്നെ ഹെൽപ്പ് ചെയ്യണമല്ലോ. എടാ ഞാനവിടെ കളച്ചു എന്ന് പറഞ്ഞിട്ട് പലഹാരം ഉണ്ടാക്കിയാൽ ഒരു പങ്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേട് ആർക്കാ? അങ്ങനെ ഞാൻ പറയുമോ ചേട്ടാ? ആണുങ്ങൾക്കല്ലേ കുഴപ്പം. എന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? ഇതിനൊരു ശരി വീട് തരുതേ. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടാ. ഇത് എല്ലാ വട്ടവും പറയണം. അല്ല ഇത് ഇവിടെയൊക്കെ ഉയർന്നിട്ടായിരിക്കുന്നത്, കുഴപ്പമില്ലല്ലേ? ഇത് ചേട്ടാ എന്നിട്ട് അത് വേഗം നട്ടോപ്പളേക്ക് എന്നിട്ട് വന്നാ മതി. വെണ്ട വിത്തേ വെണ്ട വിത്ത് നട്ടു, അതിന്റെ മീഡിയം മണ്ണിടുന്നത്. അതെ. ആ ഈ അരിപ്പൊടി എടുക്കാൻ പോയ സമയത്ത് ഞാൻ നട്ടു അല്ലേ? അപ്പൊ ചേട്ടാ ഇനി വേറെ ചെയ്യാണ്ട് വരുമോ? ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യാൻ വരുമോ? ആ പിന്നില്ലാണ്ട് ഹെൽപ്പ് കോരാൻ പെണ്ണുങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ വരാണ്ടിരിക്കുക ആണുങ്ങള്. നമ്മുടെ പ്രേമേട്ട എപ്പോഴും പറയും എന്തൊരു പാവല്ലേ ആണുങ്ങള്. അതായത് ഒരു പെണ്ണും ചെക്കനും തമ്മില് ബ്രേക്കപ്പ് പ്രണയം ഉണ്ടായിരുന്നു. എന്നിട്ട് അവര് ബ്രേക്കപ്പായി പറഞ്ഞാ പിരിഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം പെണ്ണ് വിളിക്കുകയാണ്. വിളിക്കുമ്പോൾ അവൻ ആദ്യം വലിയ മൈൻഡൊന്നും കൊടുക്കില്ല. എന്താ നമുക്ക് ചോദിക്കും. ലാസ്റ്റ് പറയും എനിക്കിതിൻ്റെ ഒരു ഹെൽപ്പ് വേണം, നീ വരുമോ നാളെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ശരി വരാം എന്നിട്ട് ചെക്കൻ പിറ്റേ ദിവസം 4 മണിക്ക് വരാൻ പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. 3 മണിയാകുമ്പോഴേക്കും. അതേസമയം ബ്രേക്കപ്പ് ആയിട്ടിരിക്കണ പിരിഞ്ഞിരിക്കുമ്പോൾ ചെക്കൻ്റെ കോളം ഇങ്ങോട്ട് വരാനൊക്കെയാ. കോള് കാണുമ്പോ അത് തെണ്ടി വിളിക്കുന്നുണ്ട്. എന്താ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ മേലെ തന്നെ വിളിച്ചു വരും. അത് വേറെ ജാതി ചീത്ത. അവിടെ നിന്ന് ഇങ്ങോട്ടൊരു വാക്ക് പറയാൻ പോലും സമ്മതിക്കില്ല. പെണ്ണുങ്ങള് കട്ട് ചെയ്യുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് പ്രേം പറഞ്ഞത് ആണുങ്ങളെ എന്ത് പാവമാണെന്ന്. ഇതിൽ ശർക്കര പൊടി ചേർക്കാനൊന്നുമില്ല, ഒന്നുമില്ല, പഞ്ചസാര ഇല്ല, പഞ്ചസാരയാ ചേർത്തു. അപ്പൊ ശരീരത്തെ പരത്തനടാ ഇടത് കയ്യിൽ വെച്ചിട്ട് കൈമതി വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കാൻ വേണമെങ്കിൽ പറഞ്ഞു വേണമെങ്കിൽ ഒട്ടാണ്ടിരിക്കുക. ഇതേ വെള്ളം നനവ് പാടില്ല. വെള്ളം നനവായി കഴിഞ്ഞാൽ കിട്ടില്ല. വെള്ളം നനവ് ഉണ്ട് ഇപ്പൊ ഇല്ലേ കേട്ടാ. എന്താന്നറിയോ, ഉപ്പ് ഇട്ടില്ലേ, ഉപ്പിട്ടപ്പോ ഉരുളക്കിഴങ്ങിലത്തെ വെള്ളം ഇറങ്ങി. അതാണ് ശരിക്കും ആദ്യം തന്നെ ഉരുളക്കിഴങ്ങിൽ ഉപ്പിട്ടിട്ടേ ഒന്ന് പരത്തി വയ്ക്കുക, എന്നിട്ട് പിഴിഞ്ഞു കളയാ. അപ്പൊ എല്ലാ വെള്ളം പോവും. എന്നിട്ട് ഈ ബാക്കി സാധനങ്ങളൊക്കെ ചേർത്ത് വന്നിരുന്നെങ്കിൽ പരിപ്പുവട പോലെ തന്നെ കേട്ടോ ഈ സാധനം. നോക്കിയേ, പരിപ്പുവട എന്ന് പറയുമ്പോ നമ്മള് നടുക്ക് ഭാഗത്ത് കനം കൂടുതലുണ്ടാവല്ലോ. ഇതങ്ങനെ പാടില്ല കേട്ടോ. ഇത് എല്ലാ ഭാഗത്തും ഒരേപോലത്തെ കനാവണം. ചേട്ടാ ആദ്യം ഇട്ടത് മറച്ചിട്ടോ, വേഗം ആവൂത്. തീ കുറച്ചോ? തീ കുറച്ച് ചേട്ടാ. അയ്യോ കരിഞ്ഞ? ഇല്ല കരിഞ്ഞില്ല. തീ കുറക്കി. ആ ഗണത്തിരിക്കാണ്ട് വന്നു തുടങ്ങിട്ടാ. ഞാൻ പ്ലേറ്റ് എടുക്കട്ടെ. നമ്മൾ സാധാരണ ഉരുളക്കിഴങ്ങിന്റെ വടകളൊക്കെ കണ്ടിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചിട്ട് ഉണ്ടാക്കണ വടകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിപ്പോൾ നമുക്ക് റെസിപ്പി കേട്ടപ്പോൾ തന്നെ ഒരു വെറൈറ്റി തോന്നി. മൊരിച്ചെടുക്കാനാ പറഞ്ഞോളൂ. സൂപ്പർ വടയാണ്. ഇതേ ഫസ്റ്റ് എടുക്കണോട്ടെ ഞാൻ. അയ്യോ ആയി അത് പിന്നീട് ഇത് പെട്ടെന്നാവും. കനം കുറവല്ലേ, വളരെ കനം കുറവല്ലേ കേട്ടോ. അറിയാതെ പൊഴിയുന്ന മധുകണമെങ്കിലും അടിപൊളി സാധനം. അടിപൊളിയാ. പിന്നെ എന്തൊരു ടേസ്റ്റിന്റെ പരിപ്പട മാറിയിരിക്കണം. ഇത് നമുക്കൊരബദ്ധം പറ്റി ഇത് വെള്ളം കൂടിയതാണ് കേട്ടാ. അപ്പൊ നിങ്ങളിത് ഉണ്ടാക്കുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം മനസ്സിലായല്ലോ. വെള്ളം അല്ല, ഉപ്പ് ഉരുളക്കിഴങ്ങ് ചെരികയിലിട്ട് വെച്ച് ഉപ്പ് മിക്സ് ചെയ്തിട്ട് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം ബാക്കി സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഇടുക. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഏയ് അതിൻ്റെ മേലെ അങ്ങനെ ഒരു പൊടി. അതെ സണ്ടല്ലേ. പിന്നെ രസല്ലേ? എന്തുട്ടിന്റെ ഇത് നമ്മളുണ്ടാക്കിയിട്ടില്ലേ?
കല്ലക സാധനം ഇതിൻ്റെ സൂപ്പർ സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനം കേട്ടാ. ആ ടൊമാറ്റോ സോസ് ഉപയോഗിച്ച് കഴിക്കാൻ പറ്റും. ഒരു പൊടിയുണ്ട്, ആ പൊടി വേണം. പിന്നെ ഇതിന്റെ മുകളിൽ നമ്മളിങ്ങനെ ഒരു പൊടി ഉണ്ട്, ആ പൊടി വെതറും. ആ പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു വേണ്ടി മാത്രമല്ല, നമുക്ക് ഇഡ്ഡലി ദോശയ്ക്കൊക്കെ ഉപയോഗിക്കാം കഴിക്കാനായിട്ട്. അങ്ങനത്തെ ഒരു പൊടിയാണ് കേട്ടോ. ആ പൊടിനെ ഇപ്പം ഉണ്ടാക്കണ ഉണ്ടാക്കണ്ട. അത് ഇഡ്ഡലി ദോശ ഉണ്ടാക്കുമ്പോൾ ഈ പൊടി മിക്സി അടിക്കാൻ സാധനങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ടാന്ന് പറയാം, ഇതിന് വറക്കണം. ആ പൊടിയുടെ സീക്രട്ട് പറഞ്ഞു കൊടുത്തോ? വറുത്തിട്ട് പിന്നെ അല്ല പറഞ്ഞു കൊടുത്തോ പൊടിയുടെ പറഞ്ഞു കൊടുത്തോ? പറഞ്ഞുതരാം ഒരു മിനിറ്റ്. കൈ എഴുകട്ടെ. അതിൽ എടുക്കാറായത് എടുത്ത ചേട്ടൻ. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി പൊടി ഉണ്ടാക്കണ സാധനം. കപ്പലണ്ടി, പിന്നെ പൊട്ടുകടല, വറ്റൽമുളക്, വെളുത്തുള്ളി, പിന്നെ വേപ്പിലയും വേണം. വറക്കണം. ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ചീഞ്ചട്ടിയിൽ ഈ കപ്പലണ്ടി മാത്രം വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാ സാധനങ്ങളും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊക്കെ കൂടി പൊടിക്കുക. ഈ പൊടി ഇതിൻ്റെ മേലെ ഇടുക. ഈ വടയില്ലേ ഇതിൻ്റെ മേലെ ഇട്ടിട്ട് കഴിക്കുക. അല്ലും ചേട്ടനും ചേച്ചിയും എല്ലാവരും അവിടെ ചായ കുടിക്കായിരിക്കുന്നു. കൊണ്ടുപോകാം. ഇതാ ആ ചേട്ടാ ആവുമ്പോഴത്തേക്ക് ഞാൻ ചായ വെച്ചിട്ട് ഓടി വരാം. ചായ കൊണ്ടുപോകാം. അല്ല ഇത് ഫുൾ ഉണ്ടാക്കണ കുറച്ചുകൂടി ഉണ്ടാക്കേണ്ടത്. ഓരോരുത്തർ 10 വീതം തിന്നും. അത് ശരിയാ. തീ കൂട്ടി വെച്ചിട്ടില്ലേ? തീ കൂട്ടി വെച്ചിട്ടുണ്ട്. കണ്ടമാനായപ്പോൾ തീ കൂട്ടി വയ്ക്കണം. കേട്ടിടാ മറ്റേ ഒരാൾ തിന്നാ ഞാൻ എന്നോട് ചെയ്യുന്നു. ഞാൻ വേണേലേ ചായ ഇതും ഇതെടുത്തിട്ട് ഓടി വരാം. അപ്പൊ ഇപ്പുറത്തേല് ചായ ആയിക്കോളും. ഓ ഓരോന്ന് പോകുന്നു. കഴിഞ്ഞല്ലോ. ഞാൻ 5 ആക്കിയതിൻ്റെ ഇടയിൽ നീ പോയ സമയത്ത് സരിതി കാപ്പി ഉണ്ടാക്കാനായിട്ട് പാല് വീട്ടിൽ നിന്ന് എടുത്ത് പോന്നു. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമുണ്ടോ? കാപ്പി ഉണ്ടാക്കണത് പാല് മാത്രം ഒഴിക്കുന്നു. പാല് മാത്രം, വെള്ളം ചേർക്കില്ല. 3 ഗ്ലാസ് ഇതൊക്കെ മാറ്റി വയ്ക്കുക. 3 സ്പൂൺ പഞ്ചസാര. ചങ്ങല കിലുക്കം കേൾക്കുമ്പോ പെണ്ണിന്റെ മനസ്സിലെ പെടപ്പെടപ്പ്. ഞങ്ങൾ പാടുന്ന പാട്ട് എപ്പോഴാണെന്നറിയോ? ചാർലിനെ കൂട്ടാനായിട്ട് നോക്കുമ്പോ ചാർലിന്റെ കാലത്ത് ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ മൈക്ക് പിടിച്ച് നിൽക്കുമ്പോഴാണ് ചേട്ടൻ ചങ്ങരി കൊണ്ടുവരാം. പേളി ഇപ്പൊ കുഴപ്പമില്ല, പേളി നല്ല കുട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? കാപ്പിപ്പൊടി എന്ന് പറഞ്ഞാൽ ഈ കാപ്പിയാണ് കേട്ടാ. നമ്മൾ കാപ്പിപ്പൊടി ഉപയോഗിക്കുന്നത് ഇതാണ് കേട്ടാ, നെസ്കഫെ. ഇത്രശ്ശെ കാപ്പിപ്പൊടി ചേട്ടന് 1 സ്പൂൺ നിറച്ചിടും. ചേട്ടന് ഇത്തിരി കയ്പ്പ് വേണം. ചായയില് ശരി കാപ്പിയായാലും ശരി ഇത്തിരി കയ്പ്പ് വേണം. അപ്പം അങ്ങനെ കാപ്പി റെഡി, നമ്മുടെ സ്നാക്സും റെഡി. ഇനി കഴിക്കേ വേണ്ടോ? വെറും 10 മിനിറ്റ് കൊണ്ട് ഗംഭീരമായൊരു തടം ശരിയാക്കിയിരിക്കുന്നു. ആർക്ക് പറ്റും ഇങ്ങനെ? ന്യായമല്ല, മന്ത്രമല്ല, അടിപൊളി തടായിരിക്കും. അങ്ങോട്ടാ ഇത് തീ കത്തില്ല. സിമ്മിലിട്ട് വെച്ചിട്ട് വെളിച്ചെണ്ണ കുടിക്കില്ല. രസമുണ്ടാ? അതെ, നമ്മുടെ സാധനം സക്സസ്. നോക്കിയേ സാധനം. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവരിയ്ക്കുകയാണ്. നമ്മളുടെ വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴേ അവരറിയില്ല. പക്ഷെ ഇവിടെ നിന്നിട്ട് ഉണ്ടാക്കണ കാരണം കൊണ്ട് അറിയാൻ പറ്റുമോ തന്നെ. ഇപ്പം എന്തോ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക്
രുചികരമായ എന്നിട്ട് ഉരുളക്കിഴങ്ങ് വട കഴിക്കാം. എനിക്ക് അവിടെ നോക്കിയപ്പോൾ തോന്നിയതാണോ ദൈവമേ രണ്ടുപേരായിട്ട്? രണ്ടുപേരുണ്ടായിരുന്നു, ഒരാൾ ഓടി. ആ ഉണ്ടാക്കിയത് ഞങ്ങൾ അങ്ങനെ തന്നെ കൊണ്ടുണ്ട്. വിരുന്നിന് തടി അറിഞ്ഞു വേണ്ട. വായോ, ചായ കൂടി കഴിഞ്ഞില്ലേ? കാപ്പി വേണോ? ജഗ്ഗുവിന്റെ കാപ്പി നോക്കി നോക്കിയേ, കറുമുറും. ചേച്ചി എടുത്ത് നോക്കിയേ. ഇത് അല്ല ചോസേ, സോസ് വേണോ? ഇന്ന് വേണേ ഇത്തിരി കുടിച്ചോ എന്റെ കൂടെ കാപ്പി. എനിക്കതെ പ്രത്യേകിച്ച് കാപ്പി നാവ് കൊള്ളും. അല്ല ഒരു പുളി കിട്ടുമ്പോളേ, പുളി വേണമെന്നുണ്ടെങ്കിൽ സോസിൽ മുക്കിക്കോ. ചെറിയേട്ടനെ ശോഭാ സിറ്റിയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ഞായറാഴ്ച. ആ കവിത സ്ഥിരം കമന്റ് ഇടണ ഒരു പെൺകുട്ടിയാ. ഞാൻ ചേർക്കാൻ വേണ്ടി നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് അല്ലൻ ചേട്ടനെ. എന്തൊരു ഇഷ്ടമായിന്ന് അറിയോ? അല്ലൻ ചേട്ടനെ പറ്റിയിട്ട് എപ്പോഴും കമന്റ് നന്നായിട്ട് ഇടാറുണ്ട് ആ കുട്ടി. ഞാൻ അവിടെ നോക്കിയുള്ളേ രണ്ടുപേരെ കണ്ട്. ഇവിടെ വന്നപ്പോ ഒരാളുള്ളവ എന്റെ കണ്ണ് ഇത്ര കുഴപ്പമായി വെച്ചു. അതെ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് ചേച്ചി. നമ്മള് പിന്നെ വീഡിയോ എടുക്കണ നേരം ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണല്ലേ. അത് അന്നാലും കൂറൊന്നുമില്ല. ചേച്ചിക്ക് ഈ വീഡിയോ മരോള് കാണുമ്പോ മോശമല്ല, ഡ്രസ് മോശമല്ല കാണുന്നത്. ഡ്രസ്സും കുഴപ്പമില്ല, ചേച്ചിയും കുഴപ്പമില്ല. അതെ, കല്യാണം എന്നാന്ന് പറഞ്ഞിട്ടില്ലേ? എന്നാണ്? ജനുവരി 18-ആം തീയതി കെട്ട് അല്ലേ? 18-ആം തീയതി കെട്ട്, 17-ന് സഞ്ജുവിന്റെ ബർത്ത്ഡേ ആയിരുന്നല്ലേ അല്ലേ? 17-ആം തീയതി. ഞങ്ങള് ജീവിതത്തിൽ ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചില്ലാണ്ട് അതാണ് നിങ്ങൾക്കുള്ള ഇതാണത്. ഇനിയിപ്പോ ബർത്ത്ഡേയും വെഡിങ് ആനിവേഴ്സറി ഒരുമിച്ച് ആഘോഷിക്കാം. ഉരുളക്കിഴങ്ങ കാപ്പി ഇത്തിരി ചോദിച്ചോ. ജഗ്ഗു കുടിക്കാം. കഴിഞ്ഞു. ഞങ്ങള് ഞാൻ ആദ്യമായിട്ട് ഇത്ര വർഷമായിട്ട് ആദ്യമായിട്ട് ഇങ്ങനത്തെ സാധനം കണ്ടിട്ട് ഉരുളക്കിഴങ്ങ്. എന്നിട്ടാണ് അതിന്റെ പേര് അല്ലേ? അല്ല അത് അപ്പൊ ഞാനിവരൊക്കെ ലാഭാലോചിക്കുന്നു. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മേടിക്കുന്നു. ഞാൻ 45 മേടിച്ചു. ഒരു ബംഗാളി പണി ഉണ്ടാക്കാൻ ഞാനത് തമിഴ്നാട്ടിൽ മേടിച്ചതാ. കോരങ്ങിനെടുത്തോണ്ട് പനയിലിട എടുത്തു കൊടുക്കുക എത്രയൊക്കെയുള്ളൂ. ഒരു മുളക് പൊടി എന്നൊരു കുരുമുളക് പൊടി ഇങ്ങനെ ആക്കുന്നു. 100 രൂപ. ഒരു 10-300 ചിലവായ 10-30,000 കച്ചവടം അവരാ. ആകെ ഒരാളെ ബംഗാളി ഒരു ഹോട്ടലിൽ നടന്നിട്ടുണ്ടെങ്കിൽ 100 പേര് വേണം. പണിക്കാര് തേങ്ങ അതിന്റെ വേസ്റ്റ് കൊണ്ട് കളയാൻ. അത് ഇതൊന്നും തൊലി വരെ ചേർത്തണ്ട, പാത്രം കഴിക്കണ്ട. ആ ഒരു സാധനത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കറക്കിട്ട് ആ റോള് ഇങ്ങനെ സ്പ്രിങ് പോലെ ആക്കിയിട്ട് ടൊമാറ്റോ സോസ് മയോണൈസ് അതിന്റെ മേലെ ഇങ്ങനെ തൊലി അതിൽ പോവും. വെളിച്ചെണ്ണയിൽ ഇടുമ്പോ തൊലി വിട്ടുപോകും. അല്ല ഓരോ ബിസിനസ്സുകളിൽ മാളുകളിലൊക്കെ കഴിഞ്ഞു. ചൂട് കഴിഞ്ഞു. പിന്നെ മറ്റിവിടെ എക്സിബിഷല്ലേ അതിനും കിട്ടും. അവിടെ എത്ര വലിയ ആ ശരി, എക്സിബിഷൻ ഉണ്ടാക്കി കൊണ്ടു കഴിഞ്ഞാലേ ചേട്ടൻ പൊട്ടും പൊടിയൊക്കെ എടുത്ത് തിന്നണം. അയ്യോ പാവല്ലേ ചേട്ടൻ.
ഇത് സോസൊക്കെ തൊട്ട് അല്ല അല്ല ചേട്ടാ അത് കളയണ്ടാച്ചിട്ടാണ് അത് അവസാനിപ്പിക്കണതാ, അല്ലാണ്ട് അത് ഇഷ്ടമായിട്ടല്ല. തൊട്ട് അങ്ങനെ കണ്ടപ്പോഴേ ജഗ്ഗു വിചാരിച്ചു വലിച്ചന അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ KFC കൊണ്ടുവന്നവരെ ഞാനിതിൽ മുക്കാറില്ല, വെറുതെ കഴിക്കണോ അല്ലേ? വെറുതെ കഴിക്കുള്ളൂ, കുടിച്ചോ. അല്ലാണ്ട് ഞാനിത് മുക്കി കഴിക്കാറില്ല.